ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണ ഗായ്സ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഒരു പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗായ്സ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യകളൊക്കെ നമ്മളെന്തായാലും കളിക്കണത്. ഓക്കെ കുറേ ദിവസങ്ങളൊക്കെ നമ്മൾ കളിച്ചിട്ട്. ഓക്കെ നമ്മൾ അവസാനമായിട്ട് കളിച്ച വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഏതാണ് ജയ്ഗുരു ആണെന്ന് തോന്നുന്നു. ജയ്ഗുരു ബലീനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ അതായത് നമ്മൾ അവസാനമായിട്ട് എന്തായാലും നമ്മളെന്തായാലും കളിച്ചത്. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഓടിക്കാനായിട്ട് വേണം വണ്ടി എന്ന് വെച്ചാൽ ഗായ്സ് നമ്മുടെ മാരുതി സുസുക്കി XL6 കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ XL6 ഏറ്റവും ടോപ്പ് വേരിയൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്തായാലും ഓടിക്കാനായിട്ട് എന്തായാലും പോകണം. ഓക്കെ അപ്പം സീന് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഒടുക്കത്തെ ലുക്കാണ്, പക്ക ഒറിജിനാലിറ്റിയാണ്. എങ്ങനെയാണ് നമ്മുടെ XL6 കാര്യങ്ങളൊക്കെ ഇരിക്കണം അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു XL6 വരുന്നത്. ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു ബ്ലൂ കളർ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ തൊട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളം ബെല്ലൈക്കൻ കൊണ്ടുവന്ന് എനേബിൾ ചെയ്യുക. എന്നാലും എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്നാലും എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം എന്തായാലും ഓക്കെയാണ്. അപ്പോൾ എല്ലാം സംഭവങ്ങളെല്ലാം തന്നെ എന്തായാലും ഓക്കെയാണ്. ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഗായ്സ് അങ്ങനെ ഗായ്സ് നമ്മുടെ വീഡിയോ കണക്ക് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ XL6 കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ നമ്മളങ്ങനെ വണ്ടികളൊക്കെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഇതും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. ഓക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടി എന്തായാലും റിവേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കാം. ഓക്കെ ഈ വഴി പോയി എനിക്ക് തോന്നുന്നു നമുക്ക് അപ്പുറത്തെത്താൻ പറ്റുമെന്ന് തോന്നണം, എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഇതിലേക്കൂടെ നമുക്ക് പോയി നോക്കാം. ഓക്കെ എന്തായാലും നമുക്ക് നൈസായിട്ട് എന്തായാലും നമ്മുടെ XL6 കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് എന്തായാലും എടുക്കാം. ഓക്കെ അയ്യോ അപ്പോൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിടിച്ച് തന്നെ ഗിയർ മാറ്റിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും XL6 കൊണ്ടെന്നാലും പറത്തി വിടാം. അങ്ങനെ സെക്കൻഡ് ഗിയറിങ് ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ നമുക്കെന്തായാലും ഈ ഒരു XL6 കൊണ്ടെന്നാലും കത്തിച്ച് വിടാം. ഓക്കെ നമ്മളെന്തായാലും നൈസായിട്ട് ഇൻഡിക്കേറ്ററും ഞങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഇൻഡിക്കേറ്റർ മതി. അപ്പോൾ നമുക്കെന്തായാലും നൈസായിട്ട് നമ്മുടെ XL6 കൊണ്ട് നമുക്ക് എന്തായാലും കത്തിച്ച് എന്തായാലും ഓടിച്ചു പോകാം. ഓക്കെ നമുക്ക് പിന്നെ വേറെ ഡെസ്റ്റിനേഷനോ ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അവരടുത്ത് എത്തിയാൽ മതി ജസ്റ്റ്. നമുക്ക് ഈ വണ്ടിയാണെങ്കിൽ സ്പീഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കയറുന്നുണ്ട്. ഓക്കെ നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഇത് കൊണ്ടെന്തായാലും കത്തിച്ചു വിടാം. ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും 4th ഗിയറിൽ ഞങ്ങളൊക്കെ നൈസായിട്ട് ഇട്ടിട്ടുണ്ട്. വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടി. മാക്സിമം നമുക്ക് എന്തായാലും ഇടിക്കാതെ ഓടിക്കുക നമ്മുടെ ഈ ഒരു XL6 കാര്യങ്ങളൊക്കെ. ഓക്കെ വലിയൊരു മിഷനും കാര്യങ്ങളൊക്കെ ഓപ്പണായി വരികയാണ്, അതാണ് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ അതെന്തായാലും വരട്ടെ. ഓക്കെ വരട്ടെ. ഓക്കെ അങ്ങനെ അത് കാര്യങ്ങളൊക്കെ എന്തായാലും നൈസായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ ഒരു ബസ് പറഞ്ഞുകൊണ്ട് നമ്മൾ നൈസായിട്ട് എന്തായാലും വണ്ടി എന്തായാലും മാറ്റിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടി ഓടിച്ച് എന്തായാലും പോവാം. ഓക്കെ നമ്മുടെ ഈ ഒരു XL6 ഇങ്ങനെ നല്ല സ്പീഡ് ഇങ്ങനെ കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഒരു എത്ര 200 കടക്കാൻ ചാൻസ് ഇല്ല, എന്നാലും എനിക്കറിഞ്ഞൂടെ നമുക്ക് നോക്കാം. ഓക്കെ വണ്ടി ഇപ്പോൾ നല്ല സ്പീഡിൽ ഞാനൊക്കെ എന്തായാലും പോകണം. നമുക്ക് 5th ഇടാൻ ഇപ്പോൾ ടൈം ആയിട്ടില്ല. നമുക്ക് എന്തായാലും അപ്പം എന്തായാലും ഇടാം. ഓക്കെ നമുക്ക് എന്തായാലും നൈസായിട്ട് ഓടിക്കാം. നമ്മൾ റോങ് സൈഡിൽ കൂടെ കയറി പോകണം. ഓക്കെ നമ്മളങ്ങനെ നൈസായിട്ട് എന്തായാലും കയറിയിട്ടുണ്ട്. ഓക്കെ സൈഡ് നൈസായിട്ട് ഇടിക്കുന്നുണ്ട്. വണ്ടി നൈസായിട്ടൊന്ന് ഇടിച്ച് എൻ്റെ ആകുമ്പോൾ നമ്മുടെ XL6 നൈസായിട്ട് നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ വണ്ടി കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. ഓക്കെ കൊന്നേന്നെ ഒന്നിട്ടിട്ട് നമുക്ക് വണ്ടി പിന്നെ എടുക്കാം. ഓക്കെ അങ്ങനെ നൈസായിട്ട് 2ലും നമുക്ക് അങ്ങനെ ഇട്ടിടണം. ഒന്നിലിട്ടിട്ട് നമുക്ക് നല്ല പറത്തിവിടാം. ചെയ്തെന്താണ് കുറച്ചുകൂടെ ഓടട്ടെ, എന്നിട്ട് നമുക്ക് സെക്കൻഡ് ചെയ്യണം.
ഓക്കെ, XL6 കാണാനായിട്ട് നൈസ് ലുക്കായിട്ടുണ്ട്. പിന്നെ ഒടുക്കത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും സെക്കൻഡ് ഗിയറിങ് കണക്ക് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ഇട്ട് വലിയ കാര്യമൊന്നുമില്ല, വലുതായിട്ട് സ്പീഡൊന്നും കയറത്തൊന്നും തന്നെ ഇല്ല. തേർഡിലാണ് മോനെ വണ്ടി ഫുള്ളായിട്ട് ഓണാവണം. ഓക്കെ, തേർഡ് ഗിയറിലും കണക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇങ്ങോട്ട് തിരിയാണ്ട് നമുക്ക് നൈസായിട്ട് ഇടാം. എവനെങ്കിലും വന്ന് സൈഡിൽ ഒന്ന് ഇടിച്ചേരി തരും. ഈ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴുള്ള സൗണ്ടാണ് പൊളി. ഓക്കെ, അതേ കാണിച്ചു തരാം. ഓക്കെ, പണ്ട് ഒരിക്കൽ നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ ബസ്സും കൊണ്ടുവന്ന് ഇപ്പോൾ കണ്ട ആ കാറില്ലേ, അതിൻ്റെ അവിടെ കൊണ്ട് ഇടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കോമഡി ആയിരുന്നു ആ സംഭവം. ഓക്കെ, നമുക്ക് എന്തായാലും ഫോർത്ത് ഇടാൻ ടൈം ആയിട്ടില്ല. ഫോർത്ത് നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടി കൊണ്ട് കത്തിച്ചെന്തായാലും വിടാം. ഓ, വണ്ടി വാങ്ങുകയൊന്നും ചെയ്തില്ല. ഞാൻ വണ്ടി നിന്ന് പോകുന്നു. ഇവിടെ തേടി ഇട്ടിട്ട് ഒന്ന് പറത്തില്ല. അപ്പോൾ വണ്ടി കുറേ ഇവിടെ കയറുന്നു. ബസ്സിൻ്റെ ഹോണാണ് ഇവിടെ XL6-നൊക്കെ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം നമുക്ക്. പിന്നെ ഫോർത്ത് ഇടട്ടൊക്കെ. ഓക്കെ, ഇൻറ്റീരിയർ നൈസായിട്ടുണ്ട്. കറക്റ്റ് ഒരു XL6 എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് കണക്ക് വണ്ടി കണക്ക് ഓടിക്കും. ഓക്കെ, ഓക്കെ, വണ്ടി സൈഡ് ചെറുതായിട്ട് കയറുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നല്ല രസമുണ്ട് ഈ വണ്ടി ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കും. ഓക്കെ, ഓക്കെ, പിടിക്കുന്ന വണ്ടി. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഏകദേശം വണ്ടി 110 വരെ കയറിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അങ്ങ് ഫിഫ്ത്ത് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫിഫ്ത്ത് ഇടുമ്പോൾ കുറേ കൂടെ വണ്ടി കയറും. ഓക്കെ, ഇതുകൊണ്ട് വണ്ടി മാക്സിമം 200 കടക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ 200 കടക്കുമായിരിക്കും. ഓക്കെ, അടുത്ത വിഷയങ്ങളൊക്കെ ഓപ്പൺ ആയി വരെയാണ്. ഓക്കെ, ഇതെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഓക്കെ, അപ്പം ഇതിലായിട്ട് നമ്മുടെ ചാനൽ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, എന്നാലും എൻ്റെ അടുത്തോട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആകത്തുള്ളൂ. ഓക്കെ, ഓക്കെ, ഇവിടെ ഇപ്പോൾ അത് ഓണായിട്ടുണ്ട്. ലൈറ്റ് ഓണാക്കാൻ. ഓ, എൻ്റെ മോനെ വിഷയമായിട്ടുണ്ട്. ഓക്കെ, 6th ഗിയറിൽ ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ, 6th വണ്ടി പറക്കാൻ തുടങ്ങി. എൻ്റെ ഒമ്പോ, ലൈറ്റൊക്കെ അടിച്ച് പോവാം. ലൈറ്റ് ഓണാക്കി നമ്മളങ്ങനെ ഇൻഡിക്കേറ്റർ ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, കാരണം ഇൻഡിക്കേറ്ററൊക്കെ ഓണാക്കുന്നുണ്ട്. അവിടെ കണ്ടോ ലൈറ്റ് ഇടുന്ന കത്തുകയാണ്. ഓ, വിഷയം നല്ല സൂപ്പർ മോഡാണ് ഈ XL6-ൻ്റെ. ഓക്കെ, സൂപ്പർ മോഡെന്ന് വെച്ചാൽ സൂപ്പർ മോഡാണ്. ഓക്കെ, നല്ല കിടുക്കാച്ച മോഡാണ്. ഓക്കെ, എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മോഡ് ബസ് ഇന്നോവ എന്നുള്ളൊരു ആപ്പിൽ നമ്മൾ എടുത്തതാണ് ഈ ഒരു വണ്ടിയുടെ മോഡും കാര്യങ്ങളൊക്കെ. സൂപ്പർ മോഡാണ്. ഓക്കെ, അവരുടെ എല്ലാ വണ്ടിക്കും നല്ല ക്വാളിറ്റി ഒക്കെയാണ്. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ ഇപ്പം 182 കടന്നിട്ടുണ്ട്. ഇവിടെ ലാഗ് അടിക്കാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വണ്ടി നേരെ അതുകൊണ്ട് ഓടുന്നില്ല. ഓക്കെ, കണ്ട ലാഗ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. കാരണം വണ്ടിയുടെ ആ ഒരു സ്പീഡോമീറ്ററും എല്ലാം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടി 183 ഇതിൻ്റെ മാക്സിമം സ്പീഡും കാര്യങ്ങളൊക്കെ. എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇതും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം. ഓക്കെ, ഓ അമ്മച്ചി, ഓ എൻ്റെ അമ്മോ, XL6-ൻ്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് തോന്നണ. അയ്യോ, ഇൻഡിക്കേറ്റർ ഓണായി. അയ്യോ, ഞാൻ സ്പീഡ് വന്നാണ്. ആ വട്ടം കറങ്ങിയ വണ്ടി ഇടിച്ച്. അയ്യോ, ഗിയർ മാറ്റാണ് സീനൊക്കെ. മഴയും പെയ്യുന്നുണ്ട്. കോപ്പ് അതിൻ്റെ ഇടയിൽ കൂടെ മഴ. ഓ, അടുത്ത മരത്തിൽ ഇടിച്ച്. ഓക്കെ, അത് കുഴപ്പമില്ല, അതൊന്നും ഇങ്ങനെ വലിച്ചെടുക്കാം. അല്ല, ഇതെങ്ങനെ പോവും? ഈ വണ്ടി ഇതെങ്ങനെ കയറും? എനിക്കറിയടാ, ഇതിൽ കൂടെ സ്റ്റക്കായിട്ടുണ്ട്. അയ്യോ, വണ്ടി ഒന്ന് പോവാത്ത.
ഇതെന്ത് വണ്ടി പോത്ത കണ്ട വണ്ടി കൊണ്ട് എടുക്കണില്ല. ഇതെന്താണ് ഈ വണ്ടി? കണ്ട വണ്ടി പോണില്ല. കണ്ട ഫുള്ള് സ്റ്റിയറിങ് ഞാൻ ഓടിച്ചെടുത്ത്, എന്നിട്ട് വണ്ടി പോണില്ല. സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കണ നല്ല രസമുണ്ടൊക്കെ. സുസുക്കിയുടെ ലോഗൊക്കെ ബ്ലാക്ക് ആണ്. പിന്നെ ഇൻറ്റീരിയർ കാണാൻ നല്ല രസമുണ്ടൊക്കെ. ബാക്കിലുള്ളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഇട്ടാലും അത് കത്തും. സൈഡ് ഇൻഡിക്കേറ്റർ നമ്മുടെ കാറിലൊക്കെ ഇൻസ്ട്രുമെൻറ്റ് കസ്റ്റമൈൽ കാണിക്കുമല്ലോ നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ആരോ, അത് ഇതിലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിടുമ്പോൾ രണ്ട് സൈഡും കാണിക്കുന്നുണ്ട്. ഇവിടെ അടിയിലും കാണിക്കുന്നുണ്ട്. ഓക്കേ, എന്തായാലും നൈസായിട്ടുണ്ട് നമ്മുടെ വണ്ടി, സൂപ്പറായിട്ടുണ്ട്. അത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പം കണ്ടോ കുറേ കൂടെ കിടക്കാച്ചാണെങ്കിൽ രണ്ട് ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതിടുമ്പോഴാണ് കുറേ കൂടെ വെളിച്ചമുള്ളതൊക്കെ. പിന്നെ XL6 സൂപ്പർ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടേ കാണിച്ചു തരാം ഓണാക്കുമ്പോൾ. ഓക്കെ, അയ്യോ സോറി, ഞാൻ കാണിച്ചു തരാം എൻ്റെ സൗണ്ട് കണ്ടോ? അങ്ങനത്തെ ഒരു സൗണ്ട് ഇല്ല, അതാണ് സൂപ്പർ. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം എന്തായാലും വണ്ടിയുടെ അതുങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വണ്ടി നമുക്ക് തിരിച്ചടിയിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ നല്ല ഫാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്ത് കൊണ്ട് ആ വണ്ടി ഒന്ന് എടുക്കാൻ പറ്റി. ഓക്കെ, ഒട്ടും ടൈം കളയണ്ട, അങ്ങനെ നൈസായിട്ട് എടുത്തുകൊണ്ട് ഉള്ളിൽ ഇറക്കാനാണ് ഇച്ചിരി പാട്. വണ്ടിയും കൂടെ തിരിക്കേണ്ടി വരുന്നതാണ്. തിരിച്ചുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഗിയറിങ്ങാണൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് എന്തായാലും കാടാണ്. വണ്ടി ഇടിയോടിടിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഫുള്ളായിട്ട് എനിക്കങ്ങനെ അങ്ങോട്ട് പോകാനും പറ്റണില്ല ഗൈസ്, അതാണ് വേറൊരു കുഴപ്പമൊക്കെ. ഈ വണ്ടി ഇവിടെ ഇട്ട് തിരിക്കാനും സീനാണ് ഇച്ചിരി. വണ്ടി തിരിക്കാനും ഇച്ചിരി പാടാണ്. ഇതെങ്ങോട്ട് പോണ? ഓക്കെ, ഈ വണ്ടി നമുക്ക് ഈസിയായിട്ട് റിവേഴ്സ് തിരിച്ചെടുക്കുക. പിന്നെ സൗണ്ട് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഒന്നിങ്ങനെ ഓണായില്ല, അതാണ് സൂപ്പർ. ഓക്കെ, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കതൊക്കെ. എൻ്റെ ആകുമ്പോൾ എന്തോരം മരങ്ങളാണ് ഇതിനെ ഓക്കെ, ഇതിലെ കൂടെ സൈഡ് പിടിച്ച് ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്തൊന്ന് ഇറങ്ങിയാൽ മതി. ഓക്കെ, ഇതിനൊക്കെ ഓക്കെ. ഇന്ത്യർ വെച്ചെടുക്കാൻ പറ്റുമോ? എനിക്ക് ഒരു മിനിറ്റ് എൻ്റെ ഗ്ലാസിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടി പോണില്ല ഗൈസ്. ഓക്കെ, നമ്മൾ പെട്ടേക്കാണ്. ഓക്കെ, ഇതിനെ എടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഓക്കെ, ഇപ്പം ഞാനിപ്പം വൈപ്പറിട്ട് ഓക്കെ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ഇതും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വിഷമമുണ്ട് എനിക്ക്, പക്ഷെ അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അവിടെ ഇതേപോലത്തെ ഏരിയയാണത്. ഓക്കെ, നമുക്ക് ഇതേപോലെ അങ്ങനെ നൈസായിട്ട് അങ്ങ് വളച്ചെടുക്കാം. ഒന്നും നോക്കണ്ട, അങ്ങ് ഇടിച്ചങ്ങ് കയറ്റി കൊടുക്കാം.
ഓ കയറി 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 XL6 കയറി കയറി കയറി. ഓ വണ്ടി ഇവിടെ ഇടിച്ചിരുന്നൊക്കെ. ഓക്കെ, അപ്പം ഇത്രയുള്ള നമ്മുടെ XL6ൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഒന്ന് വണ്ടിയുടെ കണ്ടീഷനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഓക്കെ, അതിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ XL6ൻ്റെ വീഡിയോ. ഓക്കെ, നല്ലൊരു വണ്ടി കാര്യങ്ങളൊക്കെയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നൈസായിട്ടൊന്നും വേണം. എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ ഏകദേശം തീരാറായി, മറന്നുപോയി ചാർജ് ചെയ്യാൻ. ഇതെന്തോണ് ഇതൊന്നും ഇങ്ങനെ ഇരിക്കണ? എൻ്റെ അമ്പോ, ഫ്രണ്ട് കംപ്ലീറ്റ് ഇടിച്ച് ചപ്പിച്ചളിഞ്ഞൊരു പരിവായി. ഇവിടെ ഫുള്ളൊരു ചുളുക്കൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. അലോയുടെ ആ പോർഷനൊക്കെ ഇടിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ നല്ല ഇടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ സൈഡ് ഡോറൊക്കെ പോയിട്ടുണ്ട്, ആ ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ ഇടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കത്തും കേട്ടോ, എൻ്റെ വെലീനെ പോലെ. എൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടില്ല. ഓക്കെ, ഈ സൈഡൊക്കെ പോയി, ബാക്ക് പിന്നെ ഇങ്ങനെ ഒന്ന് ഇടിച്ചൊന്ന് മടങ്ങിയിട്ടുണ്ട് കുറച്ച്. പിന്നെ ഈ സൈഡും പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ കുറച്ച് ഡാമേജുകളൊക്കെ ഉണ്ട് നമ്മുടെ XL6ന്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഏത് കാറോ ബൈക്കോ ബസ്സോ എന്ത് വണ്ടിയാലും ശരി, ഡു കമൻറ്റ്. ഓക്കെ, നിങ്ങൾ ഇത്രയിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ബസ് മുന്നോട്ട് ഇനി അടുത്ത് ഏത് വണ്ടി കൊണ്ടുവരണോ നിങ്ങൾ എല്ലാവരും കമൻറ്റ്, ഏത് ഇന്ത്യൻ കാറായാലും ശരി നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഓക്കെ ഓക്കെ, ഏതായാലും നിങ്ങൾ കമൻറ്റ് കൊണ്ടുവരുന്നതാണ്. അടുത്ത ആളെ മിക്കവാറും കൊണ്ടുവരാൻ ചാൻസ് ഇന്നോവ ആയിരിക്കും. പക്ഷേ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണ വണ്ടി ഞങ്ങളൊക്കെ ആയിരിക്കും അടുത്തൊന്നും ചിലപ്പോൾ കൊണ്ടുവരാൻ പോകട്ടെ. ഇന്നോവ അത് കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഞാൻ കൊണ്ടുവരത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളെ ബസ് നമ്മളെന്തായാലും കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ടാറ്റയുടെ KSRTC ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഇനി അടുത്ത് ഇടാൻ പോകണം. ഓക്കെ, കാറിൻ്റെ സെക്ഷനിൽ നമ്മൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലം വീഡിയോയും കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.